ഒരു ലോഡ് ടോയ്സ് ഉണ്ടായിട്ടും ഈ തലയും വാലും ഇല്ലാത്ത, തലയും വാലും ഇല്ല, തല ഒരു കൈയില്ലാത്ത ഈ ടോയിനോട് എന്താ ഈ കുട്ടിക്ക് ഇത്രമാത്രം പ്രിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും എപ്പോഴും ആളെ കയ്യിൽ ഈ ടോയ് ഉണ്ടാവും. ഇതിന് ഇവൻ പേരിട്ടിരിക്കുന്നത് അയൺമാൻ എന്നാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് അയൺമാനാണോ ഏത് മാനാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കാകെ സ്പൈഡർമാനെ മാത്രമേ അറിയുള്ളൂ. വൈകുന്നേരം വന്നാൽ കൂടുതലും ചോറോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാവും ഞാൻ ഇവർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ കരുതി ഇന്നൊന്ന് മാറ്റി പിടിച്ച് കളയാമെന്ന്. പൊതുവേ ഞാൻ ഈ എണ്ണക്കടികളൊന്നും പ്രോത്സാഹിപ്പിക്കാത്തൊരമ്മയാണ് കേട്ടോ. എണ്ണക്കടി, ബേക്കറി, ചായ ഈ ഐറ്റംസൊക്കെ. പെട്ടെന്നുള്ളൊരു ബോധോദയം ആയതുകൊണ്ട് തന്നെ എന്ത് കടി ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഉള്ളി കഴിഞ്ഞ ദിവസം വാങ്ങിയതുകൊണ്ട് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില സാമഗ്രികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് കുറച്ച് പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ആ കടലമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടു കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കണമെന്നാണ്. പിന്നെയുള്ള അരിപ്പൊടിയും കൂടെ എടുത്തിടാമെന്ന് കരുതി. അപ്പം സത്യം പറയണമെങ്കിൽ ഇത് ഉള്ളിവടയാണോ അതോ പൊക്കവടയാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു രൂപത്തിലായി മാറിയിട്ടോ ലാസ്റ്റ്. എന്തായാലും കഴിച്ചു, എല്ലാവരും കഴിച്ച് തീർത്തു. അതാണ് ഏറ്റവും വലിയൊരു സമാധാനം. എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് വൈകിട്ട് ചായയുടെ കൂടെ എന്തെങ്കിലും ഇതുപോലെ സ്നാക്സ് ഇല്ലാണ്ട് കഴിക്കാനേ പറ്റില്ല എന്നല്ലേ. ചില ആളുകൾ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ വൈകിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഞാൻ മക്കളെ അങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ളത്. അതായത് അവർക്ക് ഇന്ന സാധനം ഈ പ്രത്യേകിച്ച് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവർക്ക് ചായ കിട്ടിയാൽ അവർ കുടിക്കും, അല്ലെങ്കിൽ വെള്ളം. അതുപോലെ തന്നെ ഈ എണ്ണക്കടികളാവട്ടെ ചോറാവട്ടെ എന്താണോ ഉള്ളത് അതിലവർ ഓക്കെയാണ്. ഇനി ഓക്കെ അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് ഓക്കെ ആക്കിപ്പിക്കും, അല്ല പിന്നെ. ഈ ഉള്ളിവട പോലത്തെ പക്കവട ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചെറുത് വന്നിട്ട് കഴിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. അവനക്ക് ആക്ച്വലി ഇത് നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാട്ടോ. പക്ഷേ നമ്മൾ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കില്ല. എന്തിന്, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അത് കഴിഞ്ഞ് നേരെ തുടയ്ക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞാൻ തുടക്കാൻ വരുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ 2 കുഞ്ഞുകിളികളും പുറത്തേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ അച്ഛനും അമ്മയും പുറത്തുള്ള സമയത്തേ അവർ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അല്ലാണ്ട് അവർ ഒറ്റയ്ക്ക് ഒരു പുറത്തേക്ക് ഇറക്കാറില്ല. മെയിനായിട്ടുള്ള ടെൻഷൻ എന്താ വെച്ചാൽ നല്ല നായ്ക്കളാണ്. ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. അത് പേടിച്ചിട്ട് തന്നെയാണ് നമ്മൾ പുറത്തിറക്കാത്തത്. അങ്ങനെ തുറക്കണതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചെടികളോടൊക്കെ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു കേട്ടോ. സത്യം പറയണമെങ്കിൽ വലിയ ചെടികളൊന്നുമില്ല, ചെറിയ ചെടികൾ, വലിയ ചെടി മീൻസ് ഒരുപാട് ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികളേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ ചെടികൾ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാട്ടോ അത്. എന്താണെന്നറിയില്ല, കാരണം ഒന്നാമത് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയ ചെടികളായതുകൊണ്ടാവാം എനിക്ക് അവയോട് ഇത്രയും ഇഷ്ടം. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഇതുക്കും മേലെ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചെടികളുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ അമ്മ പൂവുള്ള ചെടികളും പൂവില്ലാത്ത ചെടികളും ചേമ്പും എല്ലാതും എന്തൊക്കെ കിട്ടുക ഒക്കെ കൊടുന്ന് കുഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. പക്ഷേ ആ അത്രയും ചെടികളോട് എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഇവരോട് അങ്ങനെയല്ല കേട്ടോ. ഇവരെൻ്റെ മുത്താണ്, മുത്തുമണികളാണ്. അങ്ങനെ അടിയും തൊടൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മക്കളെ മേലെ വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ. ഇതാണ് മക്കളെ വല്ലാത്ത യുദ്ധം എന്ന് വെച്ച വമ്പൻ യുദ്ധം. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുളിക്കാൻ കയറി പിന്നെ പറയും വേണ്ട, അടിയോടടി പൊടിയരി കഞ്ഞാവും. അത് വേറെ കഥയാണ്. അജു ചിലപ്പം പറയും, അമ്മ ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചുകൊണ്ട് എന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും കുളിക്കട്ടെ എന്ന്. പക്ഷേ അവനെ കുറച്ച് ടൈം ഞാൻ ബാത്റൂമിൽ അവനക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് നിർത്തും. അവന് ഒറ്റയ്ക്ക് നിന്നിട്ട് എന്താ ചെയ്യട്ടെ വിചാരിക്കും. കുളിക്കുക കളിക്കുക എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോട്ടെ വിചാരിക്കും. പിന്നെ ഞാൻ ചെന്നിട്ട് ആളെ നല്ല വൃത്തിയിലൊന്ന് സെറ്റപ്പാക്കി എടുക്കും. കാരണം ഒന്നാമത് നമ്മളൊക്കെ നോ പറയുമ്പോൾ അവർക്കും അവരുടെ ഉള്ളിലും അങ്ങനെ ഒരു സാധനം വരും, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്തിനാ അപ്പം നമ്മളതിന് നിൽക്കണം? അവർ ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യട്ടെ. പക്ഷേ നമ്മളതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ മേലഴുകൽ കഴിഞ്ഞിട്ട് നേരെ ഭക്തിമാർഗ്ഗം സ്വീകരിച്ചു. ഒന്നുമല്ല, പ്രാർത്ഥിക്കുന്ന ടൈമാണ്. മേല് കഴുകി കഴിഞ്ഞാൽ വിളക്ക് വെച്ചതിൻ്റെ ശേഷം എന്തായാലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും അത് ചെയ്യാറുമുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഞാൻ നമ്മുടെ പക്കവടയായ ഉള്ളിവടയെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിച്ചു. അതിനുശേഷം ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, പൊതുവെ ഇവിടെ നൈറ്റിൽ നമ്മൾ ചോറ് വയ്ക്കാറില്ല, എന്തെങ്കിലും ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ റാഗിയുടെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാറാണ് പതിവ്. അങ്ങനെ ദോശ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി. അങ്ങനെ പഠനം കഴിഞ്ഞിട്ട് നേരെ നാളെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള സാമഗ്രികളൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു. ഇങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണ്. രാവിലെ അടുക്കളയിൽ കയറാനും പണിയെടുക്കാനൊക്കെ ഒരു പ്രത്യേക ഉന്മേഷം. വേറൊന്നുമല്ല, നമ്മൾ ഈ കട്ട് ചെയ്യാനും പിടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ബീൻസ് സത്യം പറയണമെങ്കിൽ രാവിലെ കുറച്ച് ടാസ്ക് പരിപാടിയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നാശമായ ഭാഗങ്ങളുണ്ടാവും. അതാണെങ്കിൽ ശ്രദ്ധയിൽ പെടില്ല, കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും. സൂക്ഷ്മമായ പണിയാണ്. അപ്പോൾ അതും ഞാനിപ്പോൾ ചെയ്ത് വെച്ചു. ഇങ്ങനെ അരിഞ്ഞ് വെച്ചില്ല, പക്ഷേ ഒന്ന് നടുമുറിച്ച് 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അതാകുമ്പോൾ പിന്നെ വല്ല പുഴുക്കൂത്തുണ്ടെങ്കിൽ കാണും ചെയ്യുമൊക്കെ റെഡി ആവുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഒന്ന് മഞ്ഞൾ വെള്ളത്തിട്ടത് ഒന്ന് കഴുകിയെടുത്ത്. പൊതുവേ ഞാൻ വെജിറ്റബിൾസൊക്കെ മഞ്ഞൾ വെള്ളത്തിട്ടിട്ട് തന്നെ കഴുകി എടുക്കാറുള്ളത്. ശേഷം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബോക്സ്, സത്യം വേണമെങ്കിൽ ഇതിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ, അതിലൊന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് പോയപ്പോൾ മറ്റേ ക്യാരറ്റും ബീട്രൂട്ടും നെല്ലിക്ക ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ക്യാരറ്റ് കണ്ടാണ്ടല്ലോ എപ്പോഴും വാങ്ങാനൊരു ടെൻഡൻസിയാണ്. നിങ്ങൾക്കുണ്ടോ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടാൻ മറക്കരുത്.